രോഹിതേട്ടാ, മലയാള സിനിമയിൽ ഒരുപാട് നിലപാടുള്ള നടന്മാരുണ്ട്. വ്യക്തമായ നിലപാടിൻ്റെ അങ്ങേയറ്റത്തെ അപ്പോസ്തലന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചില നടന്മാരുണ്ട്. ഈ അടുത്ത് പൃഥ്വിരാജിൻ്റെ ഒരു പ്രസ് മീറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് പൃഥ്വിരാജ് പ്രതികരിക്കുന്നില്ല, മറ്റുള്ള നടന്മാർ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് പൃഥ്വിരാജ് വരുന്നു. പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ട് പ്രതികരിക്കുന്നു. ആ പ്രതികരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താണ്, മാധ്യമങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന രീതിയിലൊന്നും അദ്ദേഹത്തോട് ചോദിച്ചില്ല. അദ്ദേഹം പറയുന്നത് കേട്ടു, വലിയ വാർത്തയായി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സിനിമാ സെറ്റിനകത്ത് എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സ്ത്രീ സൗഹൃദമാക്കാനും അത് വളരെ സുരക്ഷിതമായി കൊണ്ടുപോകാനും ഞാൻ ശ്രമിക്കും. പക്ഷേ എല്ലാ സമയത്തും എനിക്കതിന് കഴിയുമോ, നിങ്ങൾ പറയൂ എന്നാണ് പുള്ളി പറയുന്നത്. അവിടെയാണ് എന്ത് വരുന്നത്, ഈ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആ സെറ്റിനകത്ത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ വെച്ചിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ സിനിമയിൽ വേഷം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലഹരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്രൂരമായി ആ ഒരു അതിജീവിതയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു ലൂസിഫർ സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു, ബ്രോ ഡാഡിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ഈ പരാതി ഉയർന്നിട്ട് ഏകദേശം 2-3 വർഷങ്ങളായി. അതിനുശേഷമാണ് എമ്പുരാൻ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ എമ്പുരാനിലും ഈ വ്യക്തി എന്തായിരുന്നു, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഈ പരാതി വന്നത് പൃഥ്വിരാജ് അറിയുന്നു. അറിയാതെ ഒരിക്കലും ഇരിക്കില്ലല്ലോ, അദ്ദേഹം ഡയറക്ടറല്ലേ. ഈ ഇവിടെ വന്ന് നിലപാട് പറയുന്ന, എൻ്റെ സിനിമാ സെറ്റിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ, അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിൽക്കുന്ന ഈ പീഡനം, അത് ആരോപണ വിധേയൻ, കുറ്റവാളിയെന്ന് ഞാൻ പറയുന്നില്ല, ആരോപണ വിധേയനെ അതേപോലെ അംഗീകരിക്കുമ്പോൾ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? സ്വാഭാവികമായിട്ടും പൃഥ്വിരാജിന്റെ അറിവോടുകൂടിയാണ് ഇങ്ങനൊരു ഇങ്ങനൊരു കേസ് ഉണ്ട് എന്ന് പൃഥ്വിരാജ് അറിയാമായിരുന്നുവെങ്കിൽ എമ്പുരാനിൽ അദ്ദേഹത്തെ വീണ്ടും സംവിധായകനായിട്ട് വെച്ചത് പൃഥ്വിരാജിന്റെ ഭാഗത്തുണ്ടായ തെറ്റാണ്. അതിന് മലയാളത്തിൽ നമ്മൾ പല മലയാളത്തിൽ പല വാക്കുകൾ പറയും, ആമ്പല് വേണോ പിന്നെ വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. നോക്കൂ, എനിക്ക് തോന്നുന്നു 2023 ഈ കേസ് ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഹൈദരാബാദിലാണ് സംഭവം നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതിക്കാരിയെ ഫോണിൽ ബന്ധപ്പെടുകയും കേസ് കേരളത്തിലേക്ക് മാറ്റാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. കൃത്യമായി അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എനിക്ക് കേരളത്തിലോട്ട് കേസ് മാറ്റാൻ താല്പര്യമില്ല, കാരണം ഞാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് കേരളത്തിൽ വന്നതിന്റെ കേസ് നടത്താൻ പറ്റില്ല. കുറ്റവാളി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു കുറ്റവാളി, ആരോപണ വിധേയൻ ഒളിവിലാണ്. ഹൈദരാബാദിൽ നിന്ന് പോലീസ് സംഘം കേരളത്തിലെത്തി അന്വേഷിച്ചപ്പോൾ ഇവരുടെ ഒളിവിലാണ്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് നീതി വേണം എന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ്. നമുക്കിത് സിനിമാ സെറ്റിൽ നടന്ന പീഡനം അല്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് സിനിമയിൽ അവസരം ചോദിച്ച് വിളിക്കുന്ന ഈ പെൺകുട്ടിയെ റൂം എടുപ്പിച്ച്, ഇവൻ അവളോട് പറയുകയാണ് റൂം എടുക്കാൻ, റൂം എടുപ്പിച്ച് റൂമിലേക്ക് ചെല്ലുന്നു. കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചീഫ് അസോസിയേറ്റിനെ കാണണമെന്ന് പറഞ്ഞ് കയ്യിലിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. ഈ പെൺകുട്ടി ഈ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നു. അതിനുശേഷം തല കറങ്ങുന്നു. പിന്നീട് ബോധം പോകുന്നു. ബോധം വരുമ്പോൾ കുട്ടി നഗ്നയായി കിടക്കുന്നു. ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നു. ഇവിടെയും കഥ തീരുന്നില്ല. ഈ പെൺകുട്ടി രാത്രിയോടുകൂടി റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. ഭർത്താവ് കുടുംബിനെയാണ്, ഭർത്താവിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. രാവിലെ വാട്സപ്പിലേക്ക് ഇവളുടെ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുത്തതിനു ശേഷം ഭീഷണിയാണ്. അതെ, നോക്കൂ, ഇത് ലൈംഗിക താല്പര്യം മാത്രമല്ല, പണത്തിന് വേണ്ടിയോ മറ്റെന്തിനോ വേണ്ടിയും ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു കേസ് കൂടി, ആരോപണം കൂടി ഇവിടെ ഉണ്ട്. ഇതിൽ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു പറഞ്ഞ നിലപാട് കണ്ടിട്ട് നമ്മളൊക്കെ കൈയടിച്ചവരാ, പൃഥ്വിരാജിനെ പുകഴ്ത്തിയവരാ. സ്വാഭാവികമായിട്ടും ഈ വിഷയം പുറത്തു വന്നതോടുകൂടി പൃഥ്വിരാജ് പറഞ്ഞതിൽ എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ പൃഥ്വിരാജ് ചെയ്യേണ്ടത് ആ പെൺകുട്ടിക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കണം. പിന്തുണ കൊടുത്ത് ആ കേസ് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിനുവേണ്ട സാമ്പത്തിക സഹായം, കേസ് നടത്താനുള്ള സാമ്പത്തിക സഹായം ആ പെൺകുട്ടിക്ക് പൃഥ്വിരാജ് കൊടുക്കണം. അത് എന്തിനാണ്? കേസ് നടത്താൻ, അതായത് ഇവനെ സഹായിക്കാനല്ല. ഇയാൾ ഇനി എത്ര പ്രിയപ്പെട്ട സഹസംവിധായകനാണെന്ന് പറഞ്ഞാലും, ഇയാൾ തെറ്റുകാരനാണെങ്കിലും ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ പൃഥ്വിരാജ് ചെയ്യേണ്ടത് ആ പെൺകുട്ടിക്ക് വേണ്ട നീതി ഉറപ്പാക്കുക. ഇവന് നേരെയുള്ള അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ പൃഥ്വിരാജ് അവരെ ചേർത്ത് പിടിച്ചോട്ടെ. അല്ലാതെ ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയും അമ്മയിലെ നിലപാടുകൾക്കും വേണ്ടിയൊക്കെ സംസാരിച്ച പൃഥ്വിരാജ് ഇത്തരത്തിൽ കൂടെ നിന്നൊരാളെ സഹായിക്കുകയോ മറ്റേ പെൺകുട്ടിയെ സഹായിക്കാതിരിക്കുകയോ ചെയ്യുന്നത്
തെറ്റ് തന്നെയാണ്. അല്ല, അവിടെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉയർന്നു വന്നപ്പോഴാണ് പൃഥ്വിരാജ് ഈ നിലപാടുമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെ നമുക്കറിയാം, മുൻപേ തന്നെ ഒരു സ്ത്രീപക്ഷ നിലപാട് എടുക്കുന്ന ഒരാളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരം ഒരു വിഷയം ഉയർന്നു വരാൻ വേണ്ടി കാത്തു നിൽക്കണമോ? എന്തിന് ഒരു പെൺകുട്ടിയെ തൻ്റെ ഒരു നമുക്കതിൽ അറിയില്ലല്ലോ, പൃഥ്വിരാജിന് അറിവുള്ള കാര്യമാണോ അല്ലയോ എന്നറിയില്ല. ഒരുപക്ഷെ അറിയാതിരിക്കാൻ വകുപ്പുമില്ല. കാരണം 2023 നടന്നൊരു സംഭവം, പൃഥ്വിരാജിന്റെ തന്നെ സെറ്റിൽ നടക്കുന്ന, അദ്ദേഹം സംവിധായകനും നായകനുമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമാ സെറ്റിൽ നടക്കുന്ന ഒരു സംഭവം, സ്വാഭാവികമായിട്ടും അടുത്ത വർക്കിൽ ഇയാൾ തുടരുമ്പോൾ എന്തായാലും ഒരു സംവിധായകൻ എന്ന നിലയിൽ അയാൾ അറിയേണ്ടതുണ്ട്. ഇനി അറിഞ്ഞിട്ടില്ല എന്ന് കരുതുക, നമുക്കറിയില്ല, അയാൾ പറയാണ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നിലപാടെടുക്കണം. ഞാൻ ഈ പറഞ്ഞ നിലപാട് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൃഥ്വിരാജിന്റെ ഇരട്ടത്താപ്പാണ്. സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നത്, ഇനി മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്ന അങ്ങനെ ഒരു വേദിയായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആരെയും തട്ടി നീക്കി നിഷേധിച്ച് ജാട കാണിച്ച് പോകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെ ചോദിച്ചത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ നിലപാടുകളുടെ രാജകുമാരനെന്നും തണ്ടലിനുറപ്പുള്ള നിലപാടുകാരെന്നും ഒക്കെ നമ്മൾ വിളിച്ചതാണ്. സ്വാഭാവികമായിട്ടും ആ നിലപാടിനെ ഊട്ടിയുറപ്പിക്കണമെങ്കിൽ ഈ കേസിന്റെ നെല്ലും തിരിഞ്ഞേ പറ്റൂ, നെല്ലും തിരിഞ്ഞേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം പ്രതീക്ഷ വെക്കുന്ന ഒരു വിധമാണ്. പൃഥ്വിരാജ് അമ്മയുടെ പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇത് ആ പൃഥ്വിരാജിന്റെ സെറ്റിലും പീഡനം. അത് ചെറിയ പീഡനമല്ല. പെൺകുട്ടിയെ വിളിച്ച് റൂമിലേക്ക് എടുത്ത് അവളെ കൊണ്ട് റൂം എടുപ്പിച്ച് അവിടെ പോയി അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവളെ പീഡിപ്പിച്ചതിന് ശേഷം നോക്കൂ, വേണമെങ്കിൽ പറയാം അവൾ എന്തിനാണ് പോയെന്നൊക്കെ ചോദിക്കാം. ശരി, അത് ചെയ്തിട്ട് പിറ്റേന്ന് ഇവിടെ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഇവിടെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റല്ല. ആ കുട്ടിക്ക് ഇവനെ കൊടുക്കാനാണെങ്കിൽ ആ കുട്ടി മലയാളിയാണ്. ആ കുട്ടിക്ക് കേരളത്തിൽ വന്നിട്ട് ഈ പരാതി കൊടുക്കാം. കുട്ടി പറയുന്നത് എന്താ, ഞാൻ ഹൈദരാബാദ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അവർ നടത്തുന്നുണ്ട്, എനിക്ക് അവിടേക്ക് വരാൻ എൻ്റെ സാമ്പത്തികമായി ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇത് സിനിമയോട് ഉള്ള അധിക അഭിനിവേശം കൊണ്ട് ചെന്ന് പെട്ടുപോയതാകാം. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് പലതും പുറത്തു വരുന്നില്ല. പുറത്തു വരുന്നവരെ പലരെയും നോക്കൂ, സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പലരെയും നമ്മൾ അതിന്റെ കമന്റുകളിലൂടെ അല്ലാതെയൊക്കെ കളിയാക്കപ്പെടുന്നുണ്ട്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. തിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ നിലപാട് വീണ്ടും പറയുകയാണ്, നേരത്തെ മറ്റൊരു വീഡിയോ പറഞ്ഞ നിലപാട്, തിരിച്ച് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ പുരുഷന്മാരുടെ നടന്മാരുടെ ജീവിതം തകർക്കുന്ന കുറെ സ്ത്രീകൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നൊരു വലിയ ആഗ്രഹം വരികയാണ്. അപ്പോൾ അവളിങ്ങനെ ഒരാളെ ബന്ധപ്പെടുന്നു. അപ്പോൾ ബന്ധപ്പെടുന്ന സമയത്ത് റൂമിലേക്ക് വരാൻ പറയുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മൾ ചോദിക്കും എന്തിനാണ് പോകുന്നത്. ആ കുട്ടിക്ക് വേറൊരാളെ കൂട്ടിപ്പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ. വേറൊരാളെ കൂട്ടിപ്പോകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പോയേ പറ്റുള്ളൂ. അല്ല നോക്കൂ, 2024 ഇരുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് ഏതാണ്ട് ധാർമ്മികത എന്നുണ്ട്. രാത്രി ആയാലും പാതിരാത്രി ഇവിടെ ആണിനും പെണ്ണിനും തുല്യ അവകാശമുള്ള നാടാണ്. അവർക്ക് റൂം എടുക്കാൻ, റൂമിൽ പോകാൻ, സംസാരിക്കാൻ കാര്യങ്ങളാണ്. എന്നാ പിന്നെ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ അത് കടുക്കാവെള്ളം തിളപ്പിച്ച് കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. അതാണ് അതിന്റെ ഉത്തരവാദമാണ്. എന്നാ പിന്നെ എല്ലാവരും കടുക്കാവെള്ളം തിളപ്പിച്ച് കൊടുക്കേണ്ടി വരും സിനിമാ സെറ്റുകളിൽ. അങ്ങനെ നിങ്ങൾ വരുന്ന പെണ്ണുങ്ങളെ മൊത്തം അങ്ങനെ ചെയ്യുമെങ്കിൽ. വേറൊരു വാദം കൂടെ ഉണ്ട്. അതായത് പൃഥ്വിരാജിനെതിരായിക്കൊണ്ട് സിനിമയിലെ മാഫിയകൾ ചേർന്നുകൊണ്ട് ഇപ്പോ അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടി ഇറക്കിയ ആരോപണങ്ങളാണ് എന്നുള്ള കമന്റ്സുകൾ വരുന്നത്. ഇത് എല്ലാവർക്കും പറയാം. ഇപ്പം നോക്കൂ, സിദ്ദിഖ് ആദ്യം ഒന്നും പ്രതികരിച്ചതിന്റെ പിറ്റേന്ന് സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടാകുന്നു. ജഗദീഷിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പൃഥ്വിരാജ് വന്ന് പ്രതികരിച്ചു. പൃഥ്വിരാജിന്റെ സിനിമയ്ക്കെതിരെ പൃഥ്വിരാജിന്റെ നേരെയും ആരോപണങ്ങൾ ഉന്നയിക്കാനൊന്നും കിട്ടിക്കാണത്തില്ല. ആരോപണം ഉന്നയിച്ചു. ജയസൂര്യക്ക് ആരോപണം വരുന്നതിന്റെ തലേന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ആരുടെയൊക്കെ പേര് വന്നാലും ഈ മുതലിന്റെ പേര് വരാൻ സാധ്യത പിറ്റേന്ന് താഴെ കിടക്കുന്നു. ഇപ്പൊ ജയറാമിന്റെ പേര് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ജയറാമിന്റെ മാത്രം ഞങ്ങൾ ചെണ്ട ഒട്ടുന്ന തിരക്കിലാണെന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞാൽ നാളെ ഈ പറയുന്നവരൊക്കെ തന്നെ അവനെ അഭിഷേകം നടത്തും. എന്തായാലും പൃഥ്വിരാജിന്റെ നിലപാട് ഈ വിഷയത്തിൽ തെളിയിക്കേണ്ടതുണ്ട്. കാരണം ബ്രോഡാഡി പൃഥ്വിരാജിന്റെ സിനിമയാണ്. ഈ ലൂസിഫർ, എമ്പുരാൻ, ഇതൊക്കെ പൃഥ്വിരാജിന്റെ സിനിമകളാണ്. സ്വാഭാവികമായും അതിന്റെ ആ പെൺകുട്ടിക്കൊപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം പൃഥ്വിരാജിനുണ്ട്. അത് പൊതുജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം പൃഥ്വിരാജിനുണ്ട്. പൃഥ്വിരാജ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ് പൃഥ്വിരാജ്. ആ നിലപാട്, അദ്ദേഹത്തിന്റെ നിലപാട് സത്യസന്ധമാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് സകല സഹായങ്ങളും കൊടുത്തുകൊണ്ട് തന്റെ നിലപാട് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ കൂടി പൃഥ്വിരാജ് തയ്യാറാവേണ്ടതുണ്ട്.